എൻ്റെ പേര് സിയ. ഞാൻ കോട്ടയം സ്വദേശിയാണ്. മസ്കറ്റിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. കുറച്ച് 10-17 വർഷമായിട്ട് എനിക്ക് ലംബാർ ഇഷ്യൂസ് ഉണ്ട്, ഡിസ്കിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ചെറിയ ട്രീറ്റ്മെൻറ്റായിട്ട് അങ്ങനെ പോവുമായിരുന്നു. അടുത്തിടെ വളരെ വേദനയും കൂടുതലായിട്ട് MRI റിസൾട്ട്സൊക്കെ കണ്ടപ്പം ഒരു മോശമായ അവസ്ഥയിലേക്ക് ഞാൻ ഈ സ്ഥാപനത്തെ പങ്കജ കസ്തൂരിയെ അപ്രോച്ച് ചെയ്യും. ഒരു ഫ്രണ്ട് പറഞ്ഞ റെഫറൻസ് പ്രകാരം അപ്രോച്ച് ചെയ്യും. ഡോക്ടർ ലക്ഷ്മി വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു. ഫസ്റ്റ് തന്നെ എൻ്റെ റിസൾട്ട്സ് അയച്ചു കൊടുക്കുകയും അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും എനിക്ക് എത്ര ദിവസത്തെ ഇവിടുത്തെ ചികിത്സ വേണമെന്നുള്ള ഒരു ഡിസ്കഷൻ നടത്തുകയും അതിനെ തുടർന്ന് ഞാൻ കോട്ടയം സ്വദേശിയാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ട്രിവാൻഡ്രം വന്ന് ഈ ഹോസ്പിറ്റലിൽ വന്ന് ഇവിടെ വന്ന് താമസിക്കുകയും കഴിഞ്ഞ 14 ദിവസങ്ങളായിട്ട് ഞാനിവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ട് ആദ്യം ഞാൻ വന്നപ്പം ഒരു ഞാൻ അങ്ങനെ വലിയൊരു എക്സ്പെക്റ്റേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് ഇവിടെ വന്നത്. കാരണം വേദനയും വളരെ ബുദ്ധിമുട്ടുകളും നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ലൈക്ക് എന്ത് റിലീഫ് കിട്ടിയാലും അതെനിക്ക് ബോണസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ വന്ന് അഡ്മിറ്റ് ആവുന്നത്. പക്ഷേ വളരെ നല്ല രീതിയിലുള്ള ഒരു ചികിത്സാ രീതികളും അവർ അതിനെപ്പറ്റി ഓരോ ദിവസവും ഉള്ള ഇമ്പ്രൂവ്മെൻറ്റ് കണ്ട് എന്താണ് അതിനകത്ത് വ്യത്യാസം വരുത്തേണ്ടത്, ഇനി ചികിത്സയിൽ എന്താണ് വ്യത്യാസം വരുത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി ഇടപെട്ട് തെറപ്പിസ്റ്റുകളുമായിട്ട് അവർ ഡിസ്കസ് ചെയ്ത് ആദ്യത്തെ 2 ദിവസത്തെ കഷായധാര കഴിഞ്ഞ് പിന്നെ കിഴി സ്റ്റാർട്ട് ചെയ്ത് കിഴിയിൽ തന്നെയും ആദ്യം പൊടി കിഴിയും ഇലക്കിഴിയും പിന്നെ നാരങ്ങ കിഴിയും എൻ്റെ ഓരോ എനിക്ക് ശരീരത്തിന് ആവശ്യമായ എന്താണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് അവർ ഡിസ്കസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ എനിക്കിവിടെ ലഭ്യമായി. ഇവിടുത്തെ സാഹചര്യം, ഇവിടുത്തെ അന്തരീക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ വന്നത്. പക്ഷേ എനിക്ക് ഒരിക്കൽ പോലും ഇവിടെ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ടോ എനിക്കൊരു ഹെൽപ്പിൻ്റെ ആവശ്യം, അസിസ്റ്റൻസിൻ്റെ ആവശ്യം ഉണ്ടായിട്ടോ തോന്നേണ്ട വരുത്തിയിട്ടില്ല ഇവർ. അതുമാതിരിയുള്ള ഒരു സഹകരണമാണ് എല്ലാ സ്റ്റാഫ്സിൽ നിന്നും. അത് നഴ്സുമാരായിക്കോട്ടെ, തെറപ്പിസ്റ്റുകളായിക്കോട്ടെ, ഈവൻ ക്യാൻറ്റീനിലുള്ള ഓരോ ചേച്ചിമാരും, ഇവിടുത്തെ ഹൗസ് കീപ്പിങ്, ഇവിടെ ക്ലീനിങ്ങിന് വരുന്ന ചേച്ചിമാർ എല്ലാം ഒരു കുറവ് നമുക്കിവിടെ പറയാനില്ല. എല്ലാ സ്റ്റാഫ്സും വളരെ ഫ്രണ്ട്ലിയാണ്, ഭയങ്കര കെയറിങ് ആണ്. അവർക്ക് നമ്മളുടെ അടുത്ത് അങ്ങനെ ആരും ഒരു സിമ്പതിക്കാരോ വയ്യാതെ കിടക്കുവാണോ അങ്ങനെയൊന്നുമില്ല. ഒരാവശ്യമായിട്ട് ഒരു ഇടപെടലില്ല. പക്ഷെ അവർ തക്ക സമയത്ത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് പെരുമാറാറാണ് ചെയ്യുന്നത്. തെറപ്പിസ്റ്റുകളെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നത് അതേപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് രോഗത്തിൽ നിന്നുള്ളൊരു മോചനം ഉണ്ടാകത്തുള്ളൂ. അപ്പം ഡോക്ടർ എന്ത് പറയുന്നോ അതിനെ കറക്റ്റായിട്ട് നമ്മളുടെ ശരീരത്തിൽ ഒരു പ്രവർത്തനം വരുന്നത് തെറപ്പിസ്റ്റുകളുടെ അടുത്തുനിന്നാണ്. എനിക്ക് വന്ന 3 പേരാണ് എന്നെ ചെയ്തത്. എല്ലാവർക്ക് കൊടുത്തിരുന്ന ഓരോ ആയുർവേദത്തിൻ്റെ പല പേരുകളുണ്ട്. അത് ഓരോ അഭ്യംഗം ആയിക്കോട്ടെ, അവഗാഹം ആയിക്കോട്ടെ, വസ്തി ആയിക്കോട്ടെ, കിഴി ആയിക്കോട്ടെ, എല്ലാം അതിനനുസരിച്ച് എനിക്ക് എന്താണോ റിക്വയർമെൻ്റ് ഉള്ളത് അതനുസരിച്ച് അവരെനിക്ക് ചെയ്തു തന്നു. ഇവിടുത്തെ ഹൗസ് സർജൻസ് എല്ലാവരും, ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നത് ശരിയല്ല, പക്ഷേ ഓരോ ആൾക്കാരുടെയും നമ്മളോടുള്ള ഇടപെടൽ വളരെ പ്രശംസ അർഹിക്കുന്നതാണ്. അത് ഈ സമയത്ത് ഞാൻ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് മോശമാണ്. ഇനി ഞാൻ മുന്നോട്ടുള്ള ഇപ്പം തന്നെ ഞാൻ എൻ്റെ ബന്ധുക്കളെയും ഫ്രണ്ട്സിനെയൊക്കെ അറിയിച്ചു കഴിഞ്ഞു ഇത് നല്ലൊരു സ്ഥലമാണ്. ഈവൻ മൈൻഡും ബോഡിയും സോളും ഒരുപോലെ നമ്മൾ റിജുവനേഷന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇതൊരു ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ടല്ലാതെ നമുക്ക് ഈവൻ ഒരു 1 വീക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്കൊന്ന് ബാക്കി ലോകമായിട്ടൊന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇവിടെ വന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. ഇനി ഇതുപോലെ തന്നെ ഈ ലംബാർ ഇഷ്യൂസും ഈവൻ എനിക്ക് ഷോൾഡർ ഇഷ്യൂസും ഉണ്ടായിരുന്നു. എല്ലാത്തിനും നല്ല ഇത് മാത്രമല്ല, ഇവിടെ വളരെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഞാനിവിടെ പല ആൾക്കാരെയും കണ്ടു, പല ഏജിലുള്ള ആൾക്കാരെയും കണ്ടു. സോ ഇവിടുന്ന് നിങ്ങൾക്ക് എന്തൊരു സൊല്യൂഷനും ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നന്നായി റെക്കമെൻഡ് ചെയ്യുന്നു പങ്കജ കസ്തൂരി മെഡിക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ. എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു.